നമസ്കാരം, ഞാൻ മാമിക. ഞാൻ LKG-യിലാണ് പഠിക്കുന്നത്. ഞാൻ ഒരു കഥയാണ് പറയുന്നത്. അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ട് പണ്ടൊരു അമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് 5 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയുടെ തീറ്റ തരാൻ പോയി. കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മയുടെ മോൾക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോ അമ്മയുടെ മകൾ പറഞ്ഞു, ആര് വന്നാൽ വിളിച്ചാൽ വാതിൽ തുറക്കരുത്, ഞാൻ വന്നാൽ വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. എന്നിട്ടൊരു പാട്ട് പാടി. പൊന്നാന മക്കളെ, തല വീർത്ത മക്കളെ, പുള്ളിൽ കളിക്കുന്നു അമ്മയുടെ പൂക്കളെ, സാക്ഷായിരൊക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷായിരൊക്കുവൻ ഉള്ളിൽ കടത്തുവൻ. അത് കേട്ടതും അമ്മ തീറ്റ തരാൻ പോയി. വാതിലടച്ച് സാക്ഷിട്ടു. അമ്മയുടെ പറയുന്നതെല്ലാം വീടിനടുത്തൊരു വലിയ നാമ്പത്തിന്റെ താഴെ ഒരു കുറുക്കൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ കുറുക്കൻ വാതിൽ മുട്ടി. വാതിൽ തുറന്നു. വാതിലിൽ വന്നു പാട്ട് പാടി. എന്നിട്ടൊരു പാട്ട് പാടി. പൊന്നാന മക്കളെ, തല വീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നു അമ്മയുടെ പൂക്കളെ, സാക്ഷായിരൊക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷായിരൊക്കുവൻ ഉള്ളിൽ കടത്തുവതും. കുഞ്ഞുങ്ങൾ സാക്ഷനിക്ക് വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടത് ചെറുത്തറയോടാൻ തുടങ്ങി. കുറുക്കൻ കുട്ടികളെ എല്ലാം പിടിച്ച് വിരിഞ്ഞ് ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കൈനേരം പലരമായി അമ്മയുടെ തിരിച്ചെത്തി. എന്നിട്ടൊരു പാട്ട് പാടി. പൊന്നാന മക്കളെ, തല വീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നു അമ്മയുടെ പൂക്കളെ, സാക്ഷായിരൊക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷായിരൊക്കുവൻ ഉള്ളിൽ കടത്തുവൻ. അത് കേട്ടതും വാതിൽ തുറന്നില്ല. അമ്മയുടെ വാതിൽ മുട്ടി. വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും എന്റെ കുറുക്കനെ കുഞ്ഞുങ്ങളെല്ലാം കാണാനുണ്ടാവില്ല. അമ്മ കളിപ്പാട്ടങ്ങൾ നിലത്ത് പതിഞ്ഞിണ്ടായിരുന്നു. അപ്പോൾ നാരായണത്തിന്റെ താഴെന്ന് നേർച്ചെടിയായിരുന്നു. കുറുക്കൻ അതിൽ ചവിട്ടിയാണ് അങ്ങോട്ട് കയറിയത്. അമ്മയുടെ കുറുക്കന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കുറുക്കന്റെ മേലില് കുത്തി. കുറുക്കന്റെ മേല് പൊളിഞ്ഞു. കൂട്ടുകാരെ, ഏതമ്പലത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ മാതാപിതാക്കളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ പറയുന്നില്ല അനുസരിച്ച് വളരണം. നന്ദി.